Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. കുറച്ചേരെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു. നമ്മളെ സ്ട്രെങ്ത് പോരായിരുന്നു. അതുകൊണ്ടാണ് മിസ് വീഡിയോ ഇത് ഓണാക്കാതെ ഇരുന്നത് കേട്ടോ. Good afternoon, ma'am. കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നോക്കിയോ? മെഡിക്കൽ എക്യുപ്മെന്റ് ഓക്കെ അല്ലേ? വീഡിയോസ് ഒക്കെ കണ്ടോ? മിസ് രണ്ടുമൂന്ന് എക്യുപ്മെന്റിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടോ? ക്ലിയർ ആയോ? വീഡിയോസ് കണ്ടപ്പോ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ? ആ എക്യുപ്മെന്റിനെ കുറിച്ചും അതിന്റെ പ്രവർത്തനത്തെ കുറിച്ചും. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്ത എല്ലാ എക്യുപ്മെന്റും ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ബാക്കി എടുക്കട്ടെ മിസ്, സ്റ്റാർട്ട് ചെയ്യാലോ? ഓക്കെ, centrifuge അല്ലേ? ഓക്കെ, centrifuge നോക്കിക്കോട്ടാ. Centrifuge is a laboratory instrument. Centrifuge എന്ന് പറഞ്ഞാല് നമ്മ എവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ആണ്? ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. That is used to separate fluids, gas or liquids. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മ ഫ്ലൂയിഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ ഗ്യാസ് അല്ലെങ്കിൽ ലിക്വിഡ് വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രിഫ്യൂജ് ഉപയോഗിക്കുന്നത്. മിസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലഡില് ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ? WBC ഉണ്ട്, RBC ഉണ്ട് അല്ലെ? പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ആണോ? ആണല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ഒരു ബ്ലഡ് ടെസ്റ്റ് തരുമ്പോൾ ചിലപ്പോ നമ്മുടെ ബ്ലഡിൽ എന്താണ് ഹീമോഗ്ലോബിന്റെ അളവ് എത്രയാണ് അല്ലെ? ഹീമോഗ്ലോബിൻ എത്രയുണ്ട്? അതായത് നമ്മുടെ ബ്ലഡിന്റെ അളവ് കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അതല്ലെങ്കിൽ എന്താണ് WBCയുടെ കൗണ്ട് അല്ലെ? RBCയുടെ കൗണ്ട്, അതൊക്കെ നോക്കണോ? ഫിഷർ ചെയ്യണോ? അപ്പൊ എന്ത് വേണം? ഈ ഘടകങ്ങൾ വേർതിരിക്കണ്ടേ ആ ബ്ലഡിൽ നിന്ന്? ഈ WBC, RBC, HB ഒക്കെ വേർതിരിക്കണോ? അപ്പൊ എന്താണ്? ഫ്ലൂയിഡ്സിൽ നിന്ന്, ലിക്വിഡ്സിൽ നിന്ന് അല്ലെങ്കിൽ ഗ്യാസിൽ നിന്ന് എന്താണ് ഘടകങ്ങളെ അല്ലെ അതിലടങ്ങിയിരിക്കുന്ന ഫാക്ടേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ്. ബേസ്ഡ് ഓൺ ഡെൻസിറ്റി. എന്താണ്? ഓരോന്നിന്റെയും ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ അല്ലെ? സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ. ഇപ്പൊ ബ്ലഡിന്റെ വാട്ടറിന്റെ സാന്ദ്രത ഒരേപോലെയാണോ? ഡെൻസിറ്റി, ഗ്യാസിന്റെ സാന്ദ്രത അല്ല അല്ലെ? ഓരോന്നിനും വ്യത്യസ്ത സാന്ദ്രതയായിരിക്കും അല്ലെ? അപ്പൊ ഓരോന്നിന്റെയും, ഓരോ ഫ്ലൂയിഡ്സിന്റെയും അല്ലെങ്കിൽ ഓരോ ലിക്വിഡ്സിന്റെയും സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ അതിലടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലബോറട്ടറി ഇൻസ്ട്രുമെന്റ് ആണ് സെൻട്രിഫ്യൂജ്. Separation is attained by spinning a vessel that contains material at a high speed. The centrifugal force propels the heavier materials to the outside of the vessel.
സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കേട്ടിട്ടുണ്ടോ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപകേന്ദ്രബലം കേട്ടിട്ടുണ്ടോ? നമ്മൊരു ചരടിന്റെ എച്ചത്ത് നമ്മ എന്തെങ്കിലും റിങ്ങോ അതല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ബോളൊക്കെ കെട്ടിയിട്ട് അതിങ്ങനെ നമ്മ കറക്കില്ലേ? ആ ബോളൊക്കെ കെട്ടിട്ട് നമ്മ ഇതിങ്ങനെ കറക്കില്ലേ? അപ്പൊ അതെന്ത് ചെയ്യണം? ആ എച്ചത്തുള്ള ബോള് നമ്മുടെ ഈ സെന്ററിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ടോ? അതുകൊണ്ടല്ലേ, ഒരു ഘർഷണം ഉണ്ട് അല്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ കയ്യിൽ നിന്ന് ഇത് തെറിച്ചു പോകാതെ ആ ഒരു സ്പീഡിൽ നമുക്ക് കറക്കാൻ സാധിക്കുന്നത്. ആ ഒരു ബലത്തെ, ആ ഒരു ഫോഴ്സിനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? നിനക്കത് പഠിക്കാനില്ല, അതുകൊണ്ടാണ് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാനത് കേട്ടോ. അപ്പൊ ആ ഒരു എച്ചത്തുള്ള സാധനം അതിന്റെ സെന്ററിലേക്ക് പ്രയോഗിക്കുന്ന ഫോഴ്സിനെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ആ സ്പിന്ന് കണ്ടോ? ആ ഒരു സെൻട്രിഫ്യൂജ് കണ്ടോ നിങ്ങൾ? ആ ഒരു എക്യുപ്മെന്റ് അതിന്റെ ഉള്ളിൽ ഒരു നമുക്ക് എന്താണ് ഒരു മൂടി പോലെ ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ചുറ്റും കുറെ നമ്മുടെ ഈ ടെസ്റ്റ് ട്യൂബുകൾ വെക്കാനില്ലേ, അതുപോലെ അതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ കണ്ടോ? യൂട്യൂബിൽ നോക്കിയോ ആരെങ്കിലും? കുറെ ആളുകളുണ്ട്, 6 7 8 ടെസ്റ്റ് ട്യൂബുകൾ അറ്റ് എ ടൈം നമുക്ക് ആ സെൻട്രിഫ്യൂജിലേക്ക്, ആ മെഷീനിലേക്ക് ഇറക്കി വെക്കാൻ സാധിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മ ഈ ഫ്ലൂയിഡ് നമ്മ ടെസ്റ്റ് ട്യൂബിൽ 3 4 സാമ്പിളൊക്കെ ഇറക്കി വെച്ചിട്ട് ഈ സെൻട്രിഫ്യൂജ് നമ്മ ഓൺ ആക്കും. ഓൺ ആക്കുമ്പോൾ ഇത് ഹൈ സ്പീഡിൽ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. നമ്മ ഈ വാഷിംഗ് മെഷീനില് തുണികൾ ഉണക്കാനിടില്ലേ? പിന്നെ ഞാൻ ഇടില്ലേ? അപ്പൊ അതെങ്ങനെയാ കറങ്ങുന്നത്? അത് ഹൈ സ്പീഡിൽ ഇങ്ങനെ കറങ്ങിയിട്ടല്ലേ അത് ഉണങ്ങി വരുന്നത്, നമ്മുടെ ക്ലോത്ത്സ് ഉണങ്ങി വരുന്നത്. അതേപോലെ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇതിന്റെ ചെയ്യും നല്ല സ്പീഡില്, ഹൈ സ്പീഡില് ഈ മെറ്റീരിയലിനെയും കൊണ്ട് അല്ലെ നമ്മൾ വെക്കുന്ന ആ ടെസ്റ്റ് ട്യൂബിനെയും കൊണ്ട് ഈ വെസൽ എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അതിൽ വെച്ചിരിക്കുന്ന ആ ലിക്വിഡ്സിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിന്റെ എന്താണ് സാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ, ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹെവിയർ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പുറത്തേക്ക്, ഔട്ട്സൈഡിലേക്ക് തള്ളിക്കളയുന്നു, പ്രൊപ്പൽ ചെയ്ത് കളയുന്നു. ക്ലിയർ ആയോ? എന്നിട്ട് ബാക്കിയുള്ള ഘടകങ്ങളായിരിക്കും അതിൽ അടങ്ങിയിരിക്കുന്നത്. ഓക്കെ ആണോ? ആരാ ചോദിച്ചേ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്, സോറി സെൻട്രിഫ്യൂജ് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. എന്ന് വെച്ചാല് സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാല് നമ്മുടെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡ്സിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ വേർതിരിക്കാനാണ് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് സെൻട്രിഫ്യൂജ്. അപ്പൊ ഈ സെൻട്രിഫ്യൂജ്, ആ ഒരു എക്യുപ്മെന്റിലേക്ക് നമുക്ക് അറ്റ് എ ടൈം നമുക്ക് ഒരുപാട് സാമ്പിളുകൾ വെക്കാൻ സാധിക്കും. അത് നമ്മൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ ആ ബട്ടൺ, ആ സെൻട്രിഫ്യൂജിന്റെ ആ ഇത് മൂടി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മ അത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ സ്പീഡിൽ അതിന്റെ ഉള്ളിലുള്ള ആ വെസല്, നമ്മൾ ഈ സാമ്പിൾ വെച്ചിരിക്കുന്ന ആ വെസൽ എന്ത് ചെയ്യും? കറങ്ങിക്കൊണ്ടിരിക്കും, റൊട്ടേറ്റ് ചെയ്യും. അതിനനുസരിച്ച് എന്താണ് നമ്മുടെ ഡെൻസിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഈ ലിക്വിഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പുറത്തേക്ക് തള്ളിക്കളഞ്ഞിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ് നമുക്ക് അതിന്റെ ഘടകങ്ങളെ മാത്രം അവശേഷിപ്പിച്ച് നിർത്തുന്നു. ഇതങ്ങ എന്താണ് യൂട്യൂബിൽ നമ്മൾ നോക്കാം കേട്ടോ. സെൻട്രിഫ്യൂജിന്റെ ഓപ്പറേഷൻസ്, പ്രവർത്തനം ഒന്ന് നോക്കുക കേട്ടോ. കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടോ? ഓക്കെ ആയോ? ഇപ്പൊ ഓക്കെ ആയോ? നമ്മ ഇതില് സ്പിന്നില് വാഷിംഗ് മെഷീനിൽ ഉണക്കാനിടുമ്പോ എന്താണ്? ഇത് ഹൈ സ്പീഡിൽ കറങ്ങിയിട്ട് ആ വെള്ളം എങ്ങനെയാ പോണത്? ഉള്ളിലേക്ക് പോകൂലേ? പുറത്തേക്ക് കളയാണോ ചെയ്യുന്നത് വാഷിംഗ് മെഷീനിന്ന്? അല്ലേ? ഹൈ സ്പീഡില് അല്ലേ? അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ആ ലിക്വിഡ്സുകൾ, നല്ല ഡെൻസിറ്റി ഉള്ള ലിക്വിഡ്സുകൾ ഇത് എന്ത് ചെയ്യും? പുറത്തേക്ക് തള്ളിക്കളഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ മാത്രം ആ ടെസ്റ്റ് ട്യൂബിൽ നിലനിർത്തുന്നു. ഓക്കെയോ? നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് മിനി റോട്ടറി ഷേപ്പ്.
ആ പേര് പോലെ തന്നെ എന്താണ് ഷേക്ക് അല്ലെ, പേര് പോലെ തന്നെ നമ്മൾ ലിക്വിഡ്സുകള് എന്താണ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റിനെയാണ്, ഒരു എക്യുപ്മെന്റിനെയാണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. Okay, it helps to mix fluids in test tubes and glass vessels of different volume. എന്താണ് ഡിഫറെന്റ് വോള്യത്തിലുള്ള അല്ലെ, പല വോള്യത്തിലുള്ള എന്താണ് ടെസ്റ്റ് ട്യൂബുകളിലെ അതല്ലെങ്കിൽ ഗ്ലാസ് വെസൽസിന്റെ ഫ്ലൂയിഡ്സുകളെ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മിനി റോട്ടറി ഷേക്ക്. ആ ഇൻസ്ട്രുമെന്റ് കണ്ടോ, ഇൻസ്ട്രുമെന്റ് കണ്ടോ, പിക്ചറിൽ കണ്ടോ? അപ്പൊ അതിൽ കണ്ടോ ഒരുപാട് ഗ്ലാസ് വെസൽ പോലെയൊക്കെ കണ്ടോ, കണ്ടോ? അതിലേക്ക് നമ്മൾ ഈ ലിക്വിഡ്സുകൾ നമുക്ക് മിക്സ് ചെയ്യേണ്ട ലിക്വിഡ്സിന്റെ ഗ്ലാസ് വെസൽസ് അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിന്റെയും അതിലേക്ക് ഇറക്കി വെക്കും. അതിലേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഓൺ ആക്കി കഴിയുമ്പോൾ അതിങ്ങനെ ഷേക്ക് ചെയ്യും. ഇങ്ങനെ ഷേക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, ആ ലിക്വിഡ് മിക്സ് ആവും. അതിനെയാണ്, അങ്ങനെയുള്ള എക്യുപ്മെന്റിനെയാണ് മിനി റോട്ടറി ഷേക്ക് എന്ന് പറയുന്നത്. നമ്മ ലാബില് ലബോറട്ടറിയിലൊക്കെ എന്താണ് അങ്ങനെ തന്നെയാണോ ടെസ്റ്റ് ചെയ്യുന്നത് ഫ്ലൂയിഡ്സുകളൊക്കെ? അങ്ങനെ തന്നെയാണോ? അതിലെന്തെങ്കിലും ചേർത്തിട്ടല്ലേ ചില ടെസ്റ്റുകൾ നടത്തുന്നത്, എന്തെങ്കിലും കെമിക്കൽസോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്നിട്ടല്ലേ ടെസ്റ്റ് ചെയ്യുന്നത് ചില ടെസ്റ്റുകള്. അപ്പൊ അതെന്ത് ചെയ്യണം, നമ്മ അതിലേക്ക് ഒരു ആസിഡുകളൊക്കെ അല്ലെ, അപ്പൊ അതിലേക്ക് ഒരു ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് മിക്സ് ചെയ്യണ്ടേ, കലർത്തണ്ടേ ഫ്ലൂയിഡ്സിന്റെ ഉള്ളിലേക്ക്. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മ മിനി റോട്ടറി ഷേക്ക് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? നോക്കിയേ ഇതിൽ പറയുന്നുണ്ട്, നോക്കിയേ these shakers find applications in pathology, microbiology, chemistry, molecular microbiology-ലൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, ഈ മിനി റോട്ടറി ഷേക്സ് ഉപയോഗിക്കുന്നുണ്ട്. പാത്തോളജി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ഓഫ് ഡിസീസ് അല്ലെ, അസുഖങ്ങളെ കുറിച്ച് പഠിക്കാം അല്ലെ. അതേപോലെ മൈക്രോബയോളജി, സൂക്ഷ്മാണുക്കളെ കുറിച്ച് പഠിക്കാം അല്ലെ, ബാക്ടീരിയ, ഫംഗസ് അല്ലെ. കെമിസ്ട്രിയിലല്ലേ രസതന്ത്രങ്ങളില്. പിന്നെ മോളിക്കുലാർ മൈക്രോബയോളജി എന്താണ്, നമ്മുടെ DNA, RNA അല്ലെ, അങ്ങനെയുള്ള തന്മാത്രകളെ കുറിച്ച് പഠിക്കുന്നതൊക്കെയാണ് മോളിക്കുലാർ മൈക്രോബയോളജി. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ലബോറട്ടറീസിലൊക്കെയാണ് മിനി റോട്ടറി ഷേക്സ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? മൈക്രോബയോളജി ഇല്ലേ, മൈക്രോബയോളജി എന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? എഡിറ്റ് ചെയ്യണം കേട്ടോ, മൈക്രോബയോളജി എന്നുണ്ട് കേട്ടോ, എഡിറ്റ് ചെയ്തോട്ടോ. നെക്സ്റ്റ് ട്രെഡ്മിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ട്രെഡ്മിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എവിടെയൊക്കെയാണ് കേട്ടിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ മാത്രം കേട്ടിട്ടുള്ളൂ ട്രെഡ്മില്. ജിമ്മില് കേട്ടിട്ടുണ്ട് അല്ലെ, ഇതിന് വേണ്ടിയിട്ടാണ്. കേട്ടിട്ടില്ല ഫസാന? ജിമ്മില് കേട്ടിട്ടില്ല? ട്രെഡ്മില് എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാ ജിമ്മിലൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ അല്ലെ, നമ്മ അതിലെ സ്പീഡ് കൂട്ടിങ് ആണ് അല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂലേ ആ സ്പീഡും ആ ചെരിവും നമ്മ ആ ഒരു നമ്മ നടക്കുന്ന വാക്ക് ചെയ്യുന്ന ആ ചെരിവൊക്കെ നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ ട്രെഡ്മിലെല്ലാം? എക്സസൈസിന് വേണ്ടി ജിമ്മുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എന്താണ്, നമ്മ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് അല്ലെ, എന്താണ് നമ്മുടെ ഹൃദയ സമ്മർദ്ദ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ട് ട്രെഡ്മിൽ ഉപയോഗിക്കാറുണ്ട്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കിയേ. ഓൾസോ നമുക്ക് ജിമ്മിലൊക്കെ ഉപയോഗിക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം സ്പീഡ് കുറച്ചിടും അല്ലേ, എന്നിട്ട് പിന്നെ നമ്മ ഒന്ന് ഇതായി കഴിയുമ്പോഴല്ലേ സ്പീഡ് കൂട്ടുന്നത് അല്ലെ. നമ്മ അതുമ്പോ നടക്കാനൊന്ന്
പ്രാക്ടീസ് ആയി കഴിയുമ്പോ നമ്മ അതിന്റെ സ്പീഡ് കൂട്ടിയിടും അല്ലേ? പക്ഷേ നമ്മുടെ ഹാർട്ടിന്റെ ത്രെഡ്മില്ല്, ഹാർട്ടിന്റെ സ്ട്രെസ്, കാർഡിയാക് സ്ട്രെസ് മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ത്രെഡ്മില്ലില് ഒരു പെർട്ടിക്കുലർ, ഒരു നിശ്ചിത അളവിലുള്ള എന്താണ് വേഗതയും പിന്നെന്താണ് ചെരിവും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടിട്ടുണ്ട്. ആ ഒരു അളവില് മാത്രമായിരിക്കും അവർ ഈ ടെസ്റ്റുകൾ നടത്തുന്നത്. ഓക്കെ ആണോ? അത് എല്ലായിടത്തും അത് ഒരേപോലെ ആയിരിക്കും. ആ ഒരു വേഗതയും അതിന്റെ ആ ചെരിവും എല്ലായിടത്തും, എല്ലാ ഹോസ്പിറ്റലും ഒരേപോലെ ആയിരിക്കും. കൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്, അവരതുമേൽ കൂടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ആ ത്രെഡ്മില്ലിന്റെ ആ ഇതെന്താണ് കണ്ടോ? പിക്ചർ കണ്ടോ? അപ്പൊ ഒരാൾ നടക്കുന്നത് കണ്ടോ? കണ്ടിട്ടില്ല എന്ന് പറഞ്ഞവർക്കാണ് കേട്ടോ മിസ് ഒന്നുകൂടി ഒന്ന് ഇതാക്കി തരുന്നത്. അപ്പൊ അവരാ കാല് വെച്ചേക്കുന്നത് കണ്ടില്ലേ? അതിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും, ഒരു നിശ്ചിത വേഗതയിൽ മൂവ് ചെയ്തോണ്ടിരിക്കും. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, സോറി കേട്ടോ. മിസ് കാണിച്ചെന്നില്ലേ? ആള് നിൽക്കുന്ന ഒരു ഇത് കണ്ടോ? സ്പേസ് കണ്ടോ? അവിടെ ബ്ലാക്ക് കളറിൽ കണ്ടില്ലേ? അതിങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ആളെന്ത് ചെയ്യണം? അത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതൊന്ന് നടക്കണം. ക്ലിയർ ആയോ? ത്രെഡ്മിൽ ഉപയോഗിച്ചവരുണ്ടാരെങ്കിലും? ടെസ്റ്റ് ചെയ്യാനല്ല, അല്ലാണ്ട് ജിമ്മിൽ ഉപയോഗിക്കുന്നവരുണ്ടോ എന്നാ ചോദിച്ചത് മിസ്. വീട്ടിലേക്ക് ഉണ്ടാവും, നമ്മുടെ ചില ആളുകളുടെ വീട്ടിലുണ്ടാവും എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? അല്ലേ? അപ്പൊ അതെന്താ, ആ ഒരു ഇത് മൂവ് ചെയ്ത്, ആ ഒരു സർഫസ് മൂവ് ചെയ്തോണ്ടിരിക്കും. അതിനനുസരിച്ചായിരിക്കും അവരിങ്ങനെ നടക്കുന്നത്. അത് നടക്കുമ്പോ എന്താണ്, നമ്മുടെ ഹാർട്ടിലേക്ക് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള കിതപ്പറിയും. അപ്പൊ നമ്മ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാ ചലിക്കുന്നുണ്ട്, അതിനനുസരിച്ചാണ് അല്ലെ നമ്മ വാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് എന്താണ്, ഒരു സ്ട്രെസ് കൊടുത്തേണ്ടിരിക്കുകയാണോ? ഒരു പ്രഷർ കൊടുത്തോണ്ടിരിക്കുകയാണോ? സ്ട്രെസ്, എക്സ്റ്റേണൽ പ്രഷർ അല്ലെ? നമ്മ ഓടുമ്പോൾ അല്ലെ, നമ്മ പെട്ടെന്ന് നടക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മ ഒരുപാട് ഭാരമുള്ള വസ്തുക്കൾ പൊക്കുമ്പോഴേക്കും എന്താണ്, നമ്മൾ സ്ട്രെസ് കൊടുക്കുകയാണോ? അപ്പൊ ആ ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് നമ്മുടെ ഹാർട്ടിന് കൊടുത്തിട്ട് ഹാർട്ടിന്റെ കപ്പാസിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു മെഷീനിനെയാണ് ആ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ചെയ്യുന്ന ഒരു ടെസ്റ്റിനെയാണ് അല്ലെ, അതിനുപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റിനെയാണ് ത്രെഡ്മിൽ അല്ലെങ്കിൽ കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആയോ? നെക്സ്റ്റ് അതിൽ പറഞ്ഞുതരാം, ഒന്ന് പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നത്, നമ്മൾ ജിമ്മിൽ ഉപയോഗിക്കുന്നത് ജസ്റ്റ് നമുക്ക് ആ ത്രെഡ്മില്ല് മാത്രമേ ഉള്ളൂ അല്ലേ? അല്ലെ, നമ്മൾ ജസ്റ്റ് വാക്ക് ചെയ്തോണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മ ഇതില് ഹസ്ത ചെയ്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, നമ്മ ഹോസ്പിറ്റലില് മെഡിക്കൽ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്ന ത്രെഡ്മില്ലിൽ നമ്മ ഇങ്ങനെ വാക്ക് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഹാർട്ട്സിന്റെ ആ വേരിയേഷൻസിലെ
ഫങ്ഷൻ അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. മോണിറ്ററിൽ അത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് എന്താണ്, ചിലപ്പോ ആ പേഷ്യൻസിന് ഒരുപാട് ശ്വാസം മുട്ട് അനുഭവപ്പെടാം, നടക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം, അതല്ലെങ്കിൽ ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഒക്കെ വരുന്നത് വരെയും അവരെ കൊണ്ട് ഇങ്ങനെ ഈ ഒരു വാക്കിംഗ്, ഈ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെ കൊണ്ട് ഇങ്ങനെ ആ ഒരു ട്രെഡ്മില്ലിൽ വാക്ക് ചെയ്യിച്ചുകൊണ്ടിരിക്കും. ക്ലിയർ ആയോ? ECG റിപ്പോർട്ട് നമ്മൾ ഇത് നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഫങ്ഷൻസ്, ഹാർട്ടിന്റെ ഫങ്ഷൻസ് എന്ത് ചെയ്യും? ECG മെഷീൻ അല്ലെ, അവിടെ അടുത്തുള്ള മോണിറ്ററിൽ ECG കാണിച്ചുകൊണ്ടിരിക്കും ഹാർട്ടിന്റെ ഫങ്ഷൻസിനെ കുറിച്ച്. ക്ലിയർ ആയോ? മിസ്സിനെ വായിക്കട്ടെ. ടെസ്റ്റ് എന്താന്ന് നോക്കിയായോ എല്ലാവർക്കും? ടെസ്റ്റ് എന്താന്ന് നോക്കിയായോ? നെക്സ്റ്റ് നോക്കിയേ, ഓൾസോ നോൺ ആസ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്. ഇതിന് പറയുന്ന വേറൊരു പേരാണ് കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ്, ഹൃദയ സമ്മർദ്ദ പരിശോധന. ദിസ് ഈസ് എ കാർഡിയോളജിക്കൽ ടെസ്റ്റ്. ഇതെന്താണ്? ഒരു കാർഡിയോളജി ടെസ്റ്റ് ആണ്. എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ദാറ്റ് ഇവാലുവേറ്റ്സ് ദ ഹാർട്ട്സ് കപ്പാസിറ്റി ടു റെസ്പോണ്ട് ടു എക്സ്റ്റേണൽ സ്ട്രെസ് ഇൻ എ കൺട്രോൾഡ് ക്ലിനിക്കൽ എൻവയോൺമെന്റ്. ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റിൽ നമുക്കൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ് തന്നിട്ട് നമ്മുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി വിലയിരുത്തുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു കാർഡിയോളജിക്കൽ ടെസ്റ്റ് ആണ്. മിസ് പറഞ്ഞു അല്ലെ, എന്താണ്? നമുക്ക് ആ മെഷീനിന്റെയും മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഒരു സ്പെസിഫിക് സ്പീഡിൽ, ഒരു നിശ്ചിത സ്പീഡിൽ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കില്ലേ, അതിനനുസരിച്ചാണ് അല്ലെ നമുക്ക് നടക്കുന്നത്. അപ്പൊ നടക്കുമ്പോ എന്താണ്? നമ്മുടെ ഹാർട്ടിലേക്ക് ഒരു എക്സ്റ്റേണൽ സ്ട്രെസ് ഉപയോഗിക്കുകയാണോ വർക്ക് ചെയ്യുന്നതോടൊപ്പം? നമ്മൾ വീഴാതെ അല്ലേ, വീഴാതിരിക്കുകയും വേണം, അറ്റ് എ ടൈം നമുക്ക് നടക്കുകയും വേണം അല്ലെ, അങ്ങനെയല്ലേ അതിന്റെ പ്രവർത്തനം? അപ്പൊ അങ്ങനെ ഒരു ക്ലിനിക്കൽ എൻവയോൺമെന്റില് നമുക്കൊരു എക്സ്റ്റേണൽ സ്ട്രെസ് തന്നിട്ട് നമ്മുടെ ഹാർട്ടിന്റെ കപ്പാസിറ്റി വിലയിരുത്തുന്ന ടെസ്റ്റിനെയാണ് എന്ത്? കാർഡിയാക് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. That stress response is pursued by excite or by drug stimulation. എന്താണ് അത്? നമുക്ക് ഈ ഡ്രഗിന്റെ റെസ്പോൺസ്, പ്രതികരണം എങ്ങനെയാണ്? നമുക്ക് ഡ്രഗ് സ്റ്റിമുലേഷൻ നടത്തിയിട്ടോ അതല്ലെങ്കിൽ എക്സൈറ്റ് അല്ലെ, നമ്മളെ ഉത്തേജിപ്പിച്ചിട്ടൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഗ്ലൂക്കോമീറ്റർ. ഗ്ലൂക്കോമീറ്റർ കേട്ടിട്ടുണ്ടോ? മിക്കവരും കണ്ടിട്ടുണ്ടായിരിക്കും, വീടുകളിൽ ഉണ്ടാവും, ചിലരുടെ വീടുകളിലൊക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഗ്ലൂക്കോമീറ്ററിൽ? ഗ്ലൂക്കോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വീട്ടിലുണ്ട് അല്ലെ, അമ്മയ്ക്കുണ്ട്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഗ്ലൂക്കോമീറ്റർ? ഷുഗർ ടെസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ. അതെങ്ങനെയാ ഉപയോഗിക്കുന്നത്? വീട്ടിലുണ്ടെന്നല്ലേ പറഞ്ഞത്? ആരെങ്കിലും ഒന്ന് അതിന്റെ ഇതൊന്ന് പറഞ്ഞു കൊടുത്തേ മറ്റുള്ളവർക്ക്. ആരാ പറയുന്നേ? മിസ് വോയിസ് ഓൺ ആക്കാം, മൈക്ക് ഓൺ ആക്കിയിടാം. ആരാ പറയുന്നേ? ഒരാൾ ഇനിഷ്യേറ്റ് എടുത്ത് അത് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് മിസ് പറഞ്ഞോളാം, മിസ് പറഞ്ഞു കൊടുത്തോളാം. ആരെങ്കിലും ഒരാൾ പറഞ്ഞിട്ട്. ഒരു കഴിഞ്ഞ ദിവസം നമുക്ക് ഫാരിഷ പറഞ്ഞില്ലേ, ഇയർ പറഞ്ഞില്ലേ, ഇലക്ട്രോണിക് ഇയർ തെർമോമീറ്ററിന്റെ പ്രവർത്തനം. ആ ഒരു എക്യുപ്മെന്റ് കാണിച്ചു എന്നിട്ട് പറഞ്ഞെന്ന് പറയും, കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടായില്ലേ, കൂടുതൽ വ്യക്തമാക്കാൻ പറ്റില്ലേ? ഓക്കെ, മിസ് മൈക്ക് ഓൺ ആക്കി തരാം. ആരാ പറയുന്നേ? ഒന്ന് പറഞ്ഞു കൊടുത്തേ. അതിനകത്തൊരു സൂചി ഉണ്ട്, സൂചിയും കൊണ്ട് നമ്മുടെ ഫിംഗർ പൊട്ടിക്കണം. എന്നിട്ട് അതിനകത്തുനിന്ന് ഒരു ഡ്രോപ്പ്, ഫസ്റ്റത്തെ ഡ്രോപ്പ് ബ്ലഡ് കളഞ്ഞിട്ട് സെക്കൻഡ് ഡ്രോപ്പ് എടുത്ത് ഒരു ഇതുണ്ട്, എന്താ പറയാ, ഒരു ടെസ്റ്റ് ചെയ്യണ ഒരു ഇതുണ്ട്, എന്താ പേര് പറഞ്ഞത് അറിയില്ല. ടെസ്റ്റ് ചെയ്യണ സ്ലൈഡ് ഉണ്ട്. ആ സ്ലൈഡിലേക്ക് ഒരു ഡ്രോപ്പ് ബ്ലഡ് വെച്ചിട്ട് മെഷീൻ ഓൺ ആക്കിയിട്ട് മെഷീനിലേക്ക് വെക്കുക. അപ്പൊ നമ്മുടെ അതിന്റെ ബ്ലഡിന്റെ ഷുഗർ ഉണ്ടെങ്കിൽ ഷുഗർ അറിയാൻ പറ്റും.
ഷുഗറിന്റെ മെഷർമെന്റ്, നമ്മുടെ ബ്ലഡിൽ മെഷർമെന്റ് അറിയാൻ പറ്റും. അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസിന്റെ മെഷർമെന്റ് ആ ഒരു മെഷീനിൽ നമുക്ക് അറിയാൻ കാണാൻ പറ്റും. പറ്റും. കൂടുതലാണെങ്കിൽ കാണിക്കില്ല, ഹൈ എന്നും പറഞ്ഞാൽ കാണിക്കുള്ളൂ. ആ ഓക്കെ. കണ്ടോ? ഒന്നുകൂടി പറഞ്ഞു തരാം. ഗ്ലൂക്കോമീറ്റർ കണ്ടോ? എന്താണ് ഗ്ലൂക്കോമീറ്റർ എന്ന് പറയുന്നത്? നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ അല്ലെ ഷുഗറിന്റെ ലെവല് അറിയാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അതെന്താ ചെയ്യുന്ന വെച്ചാല് ഇപ്പൊ ഇതിൽ കണ്ടോ വൈറ്റ് കളറില് ഈ ഒരു ഇൻസ്ട്രുമെന്റില് ഫ്രണ്ടിലായിട്ട് ഒരു വൈറ്റ് കളറിൽ ഒരു സ്ട്രിപ്പ് കണ്ടോ, പേപ്പർ കണ്ടോ? അതൊരു ഗ്ലൂക്കോസ് പേപ്പർ ആണ്. ഗ്ലൂക്കോസ് പേപ്പർ എന്നോ ഗ്ലൂക്കോസ് സ്ട്രിപ്പ് എന്നോ നമുക്ക് പറയാം. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഒരു നീഡിൽ ഉണ്ടാവും. ആ നീഡിൽ വെച്ച് നമ്മുടെ വിരലിന്റെ ഫിംഗറിന്റെ ഈ ഒരു ഭാഗം പൊസിഷൻ എങ്ങനെ ഏതെങ്കിലും ഒന്ന് നമ്മൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ അതിന്റെ ബ്ലഡ് വരില്ലേ, അതിന്റെ ഇപ്പൊ സഹറ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡ്രോപ്പ് കളഞ്ഞിട്ട് സെക്കൻഡ് ഡ്രോപ്പ് എന്ത് ചെയ്യാം, ആ സ്ട്രിപ്പിലേക്ക് നാം ഇറ്റിച്ചു കൊടുക്കാം, സ്ട്രിപ്പിലേക്ക് ആക്കാം. അപ്പൊ നമുക്ക് ആ മെഷീനിൽ നമ്മുടെ ഗ്ലൂക്കോസിന്റെ ഷുഗറിന്റെ ലെവല് അറിയാനായി സാധിക്കുന്നു. നമുക്കറിയാം അല്ലെ, ബ്ലഡ് ഫാസ്റ്റിങ്ങിലാണെങ്കിൽ നമ്മുടെ ഷുഗർ ലെവൽ എങ്ങനെയായിരിക്കണം? 110 അല്ലേ? ആണോ? ബിലോ 110 ആയിരിക്കണം അല്ലെ? 110. നമ്മ ഭക്ഷണം കഴിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റോ ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്രയാണ്? 140 ഓർ ബിലോ. എബവ് ആയാൽ എന്താണ്? നമുക്ക് ബ്ലഡ് ഷുഗർ ഉണ്ട് കേട്ടോ. ക്ലിയർ ആയോ? നോക്കിയാൽ മിസ് ഇതിൽ വായിക്കാം. A glucose meter is a medical equipment which is used to determine the proper concentration of glucose in the blood. ഗ്ലൂക്കോസ് മീറ്റർ എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ എക്യുപ്മെന്റ് ആണ്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ബ്ലഡിലെ ഗ്ലൂക്കോസിന്റെ കോൺസെൻട്രേഷൻ, അതായത് ഗ്ലൂക്കോസിന്റെ അളവ് അറിയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. It can also be a piece of glucose paper immersed into a substance and measured to the glucose chart. എന്താണ്? നമ്മ ഇതിലേക്ക് ഒരു പീസ് അല്ലെ ഗ്ലൂക്കോസ് പേപ്പർ ഇൻസേർട്ട് ചെയ്തിട്ട് അതിലേക്ക് വെച്ചിട്ടാണിട്ട് അതിൽ ബ്ലഡ് ഇറ്റിച്ചിട്ട് ബ്ലഡ് ഇതാക്കിയിട്ടാണ് നമ്മ എന്തറിയുന്നത്? ഗ്ലൂക്കോസിന്റെ മെഷർമെന്റ്, അളവ് അറിയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് ഇൻഫ്യൂഷൻ പമ്പ്. നമ്മ സിറിഞ്ച് പമ്പ് കേട്ടല്ലേ? കഴിഞ്ഞ ദിവസം മിസ് എടുത്തോ? സിറിഞ്ച് പമ്പ് എടുത്തല്ലോ മിസ്. അതേപോലെ തന്നെയുള്ള ഒരു എക്യുപ്മെന്റ്, ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇൻഫ്യൂഷൻ പമ്പ് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത്? നമ്മുടെ ബോഡിയിലേക്ക് അല്ലെ, നമ്മുടെ ശരീരത്തിലേക്ക് എന്താ മെഡിക്കേഷൻസോ ഫ്ലൂയിഡ്സുകളോ അല്ലെങ്കിൽ ന്യൂട്രീഷ്യൻസോ കയറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഫ്യൂഷൻ പമ്പ്, ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ്. ഓക്കെ. An infusion pump injects fluids, medications of nutrients into patient's circulatory system. ഒരു പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് അല്ലെ, രക്തചംക്രമണ സംവിധാനത്തിലേക്ക്. നമുക്ക് ട്രിപ്പ് ഇടുന്നതൊക്കെ എങ്ങോട്ടാണ്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്കല്ലേ മെഡിസിൻ ഇൻജെക്ട് ചെയ്യുന്നത് അല്ലെ? വെയിനിലേക്കൊക്കെ ആണോ? രക്തചംക്രമണ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്കാണ് അല്ലെ? എന്നാൽ മാത്രല്ലേ ആ ഒരു ഇൻജെക്ട് ചെയ്ത മെഡിസിൻ അല്ലെങ്കിൽ ആ ട്രിപ്പ് നമ്മുടെ ശരീരത്തിന്റെ ബോഡിയിലെ എല്ലാ ഭാഗത്തേക്ക് എത്തുള്ളൂ, ആണോ? ആണ്. അപ്പൊ എന്താണ്? നമ്മുടെ ബോഡി പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് എന്താണ്? ഫ്ലൂയിഡ്സുകളോ അതായത് ഡ്രിപ്പ് ഒക്കെ പോലെയുള്ള ഫ്ലൂയിഡ്സുകളോ അല്ലെങ്കിൽ എന്താണ് നമുക്ക് ആന്റിബയോട്ടിക്സുകൾ ഉണ്ട് അല്ലെ? ഫ്ലൂയിഡ് രൂപത്തിൽ ആന്റിബയോട്ടിക്സുകൾ ഉണ്ട്. അല്ലെങ്കിൽ എന്താണ് ചില പേഷ്യൻസിന് സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറയുന്നത് കേട്ടിട്ടുണ്ടോ? സോഡിയം കുറയാ, പൊട്ടാസ്യം കുറയാ അല്ലെ? ശരീരത്തില്
അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം? അവരുടെ ശരീരത്തിലേക്ക് നമുക്ക് കുറഞ്ഞിരിക്കുന്ന അത് കയറ്റണോ? പൊട്ടാസ്യം സോഡിയത്തിൽ കയറ്റണോ? ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ട്രിപ്പ് പോലെ അല്ലെ ശരീരത്തിലേക്ക് കയറ്റണം. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഫ്ലൂയിഡ്സുകള്, മെഡിക്കേഷൻസ്, ന്യൂട്രിയൻസ് ഒക്കെ പേഷ്യൻസിന്റെ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്ക് ഇൻജക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് ഇൻഫ്യൂഷൻ പമ്പ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻട്രാവീനസ്ലി. ഇതെന്താണ്, എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്? നമുക്ക് കോമൺലി ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇൻട്രാവീനസ്, ഞരമ്പുകളിലേക്ക്. നമുക്ക് അങ്ങനെയല്ലേ ട്രിപ്പ് ഇടുന്നത്? എങ്ങനെയാണോ? നമ്മുടെ വെയിനിലേക്കല്ലേ ഈ ട്രിപ്പ് ഒക്കെ ഇടുന്നത്. അപ്പൊ നമ്മുടെ ഇൻട്രാവീനസ് ഞരമ്പുകളിലേക്ക്, ഓൾദോ സബ്ക്യൂട്ടേനിയസ് അല്ലെങ്കിൽ എന്താണ് സബ്ക്യൂട്ടേനിയസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ചർമ്മത്തിന്, നമ്മുടെ സ്കിന്നിന് പുറത്തുള്ള സ്കിന്നിന്റെ അടിയിലുള്ള ആ ഒരു സെക്ഷനിലേക്ക്. ഈ നമുക്ക് ട്യൂബർകുലോസിസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുമല്ലോ, കേട്ടിട്ടുണ്ടോ? TB ടെസ്റ്റ് ചെയ്യുന്നത്, ചില ടെസ്റ്റുകൾ നടത്തുന്നത് എങ്ങനെയാണ്? അണ്ടർ ദ സ്കിൻ എന്നാണ് സബ്ക്യൂട്ടേനിയസ്, സ്കിന്നിന്റെ അടിയിലേക്ക്. ട്യൂബർകുലോസിസ്, TB ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ സ്കിന്നിന്റെ അടിയിലേക്കല്ലേ അവര് മരുന്ന് ഇഞ്ചക്ട് ചെയ്യുന്നത്? TB ടെസ്റ്റ് ചെയ്യാനുള്ള മരുന്ന് സിറിഞ്ചില് ആണോ? ആണ്. എന്നിട്ട് അവരത് മാർക്ക് ചെയ്ത് വെക്കില്ലേ? അവരത് മാർക്ക് ചെയ്യില്ലേ? എന്നിട്ട് അവിടെ എന്തെങ്കിലും വേരിയേഷൻസ് അല്ലെ, ഇത്ര ടൈമിനുള്ളിൽ, ഇത്ര അവേഴ്സിനുള്ളിൽ അവിടെ കളർ ചേഞ്ചസ് വരാം അല്ലെ, നമുക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യാം. അപ്പോഴല്ലേ TB ഉണ്ടെന്ന് പറയുന്നത്. ആണല്ലേ? അപ്പൊ അതെന്താ, നമ്മുടെ ഞരമ്പിലേക്കാണോ അത് കയറ്റുന്നത്? നമ്മുടെ സ്കിന്നിന്റെ അടിയിലേക്കാണ് അല്ലേ? റാബിക്സ് ഇഞ്ചക്ഷൻ. അലർജി ഉണ്ടോ അല്ലേ? അപ്പൊ അതെന്താണ്, അതിനെയാണ് സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുന്നത്. അതായത് അണ്ടർ ദി സ്കിൻ ആൻഡ് ആർട്ടീരിയൽ ആൻഡ് സംടൈംസ് യൂസ്ഡ് ഫോർ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ. എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻസ് എന്ന് പറയാം. അതായത് ആർട്ടീരിയൽ എന്ന് പറഞ്ഞാൽ ധമനികളിലേക്ക്, അതായത് നമ്മുടെ ധമനിയിലേക്ക് ഇഞ്ചക്ഷനോ ഫ്ലൂയിഡ്സോ മെഡിക്കേഷൻസോ ന്യൂട്രിയൻസോ കയറ്റണമെങ്കിൽ അതിന് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പൈനൽ കോഡിലെ അതിന് ചുറ്റും നമുക്ക് അതിന്റെ ചുറ്റുമുള്ള ഭാഗങ്ങളെയാണ് എപ്പിഡ്യൂറൽ ഫേസ് എന്ന് പറയുന്നത്, നമ്മുടെ സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള ഭാഗങ്ങളെ. അപ്പൊ നമുക്ക് സിസേറിയൻ, സി സെക്ഷൻ ഒക്കെ ചെയ്യുമല്ലോ, ഡെലിവറിക്ക് വേണ്ടി സിസേറിയൻ ചെയ്യുമല്ലോ. ആ സമയത്ത് നമുക്ക് ഇഞ്ചക്ഷൻ എവിടെ എടുക്കുന്നത്? നട്ടെല്ലിന് അല്ലേ? ആ സ്പൈനൽ കോഡിന്റെ ആ ഭാഗത്തല്ലേ, ബാക്കില് നട്ടെല്ലിനല്ലേ? അപ്പൊ അങ്ങനെ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ എന്താണ്, നമ്മുടെ സ്പൈനൽ കോഡിന് ചുറ്റുമുള്ള സ്പേസിനെയാണ് എപ്പിഡ്യൂറൽ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പൊസിഷനിലെ ഇൻഫ്യൂഷൻസ്, നമുക്ക് എന്തെങ്കിലും ഇഞ്ചക്ഷൻസ് തരാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫ്ലൂയിഡ്സുകളിലേക്ക് കയറ്റുക, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇൻഫ്യൂഷൻ പമ്പ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? നെക്സ്റ്റ് എക്സ്റേ. എക്സ്റേ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലെ? മിക്കവർക്കും എടുത്തിട്ടുണ്ടാവും എക്സ്റേ അല്ലെ? എന്താണ് എക്സ്റേ? എന്താണ് എക്സ്റേ? ഇസ് എ സ്വിഫ്റ്റ്. എക്സ്റേ എന്ന് പറഞ്ഞ ഒരു പ്രക്രിയയാണ് അല്ലെ, ഒരു പ്രോസസ് അല്ലേ, ഒരു മെഷീൻ ഉപയോഗിച്ച് അല്ലെ, എക്സ്റേ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് അല്ലെ. പെയിൻ ഫ്രീ പ്രൊസീജിയർ. എക്സ്റേ എടുക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും പെയിൻ ഫീൽ ചെയ്യാറുണ്ടോ? വേദന അനുഭവപ്പെടാറുണ്ടോ? ഇല്ല അല്ലെ? ഇതെന്താണ്, ഒരു പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ്. ദാറ്റ് ഈസ് ഡൺ ടു മേക്ക് ഇമേജസ് ഓഫ് ദി സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി. നമ്മുടെ ബോൺസിന് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റുക അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ ഇമേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ഇമേജ് എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്
എക്സ്റേ ഉപയോഗിക്കുന്നത്? എസ്പെഷ്യലി ദ ബോൺസ്. എന്താണ് കൂടുതൽ ഇത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ബോൺസുകൾക്ക് വേണ്ടിയിട്ട് അല്ലെ? അസ്ഥികളുടെ ഇമേജ് എടുക്കാനല്ലേ? നമുക്ക് എന്താണ് കൈയിന് എന്തെങ്കിലും ഒഴുക്ക് സംഭവിച്ച അല്ലെ, അല്ലെങ്കിൽ നമുക്ക് കൈകുത്തി വീഴ, അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും ഒടിവ് സംഭവിക്കുക അല്ലെ, ജോയിന്റ്സില് ബോൺസിനൊക്കെ എല്ലുകൾക്ക് എന്തെങ്കിലും ഒടിവുകള്, ഡാമേജ്, ക്ഷതങ്ങളൊക്കെ ഏൽക്കുമ്പോഴല്ലേ കൂടുതൽ എക്സ്റേ എടുക്കുന്നത്. എക്സ്റേ അല്ല, കൂടാതെ നമ്മൾ എന്തെടുക്കുന്നുണ്ട്? നമ്മുടെ നെഞ്ചിന്റെ എക്സ്റേ ഒക്കെ എടുക്കാറുണ്ട് അല്ലെ? ഹാർട്ടിന്റെ എന്തിനു വേണ്ടിയിട്ടാണ്? ലങ്സിന്റെ അല്ലെ, ലങ്സിന്റെ എടുക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? കഫക്കെട്ട് കൂടുമ്പോഴൊക്കെ അല്ലെ? ന്യൂമോണിയ ആയിട്ടുണ്ടോ അല്ലെ? ലെഗ്, ഹാൻഡ്, കൂടുതലായിട്ട് എസ്പെഷ്യലി ദ ബോൺസ് അങ്ങനെ പറയുന്നത് കേട്ടോ. കൂടുതലായിട്ട് നമ്മ ബോൺസിന്, അസ്ഥികളുടെ എന്തെങ്കിലും ഡാമേജ് അറിയുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് എക്സ്റേ എടുക്കുന്നത്. ക്ലിയർ ആയോ? സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി. സ്ട്രക്ചർ വിത്തിൻ ദ ബോഡി, നമ്മുടെ ശരീരത്തിനുള്ളിലെ ഘടകങ്ങളുടെ, പ്രത്യേകിച്ച് അസ്ഥികളുടെ ഇമേജ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്റേ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് എടുക്കാലോ, സി ടി സ്കാൻ. സി ടി സ്കാൻ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? സി ടി സ്കാൻ, സി ടി സ്കാൻ എന്ന് പറഞ്ഞാല് എ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ. സി ടി സ്കാനിന്റെ മുഴുവൻ പേര് കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി സ്കാൻ ഓർ സി ടി സ്കാൻ. Utilize computer processed combination of many X-ray measurements taken from various angles to make cross-section images of particular area of scanned objects, permitting the user to observe inside the body without tearing. എന്താണ് സി ടി സ്കാൻ എന്ന് പറഞ്ഞാൽ? എന്താ? നമ്മളുടെ ഇപ്പൊ നമുക്ക് തലയുടെയാണ് സി ടി സ്കാൻ എടുക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തലയുടെ പല ആംഗിളിൽ നിന്നുള്ള അല്ലെ, പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ എടുത്തിട്ട് അത് എന്ത് ചെയ്യും? നമ്മൾ ക്രോസ് സെക്ഷൻ ചെയ്യും അല്ലെ? സി ടി സ്കാൻ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? സി ടി സ്കാൻ അതെങ്ങനെയാണ്? പല ആംഗിളിൽ നിന്നുള്ള എക്സ്റേ ഉണ്ടാവും അല്ലെ, ആ ഒരൊറ്റ ഷീറ്റില് അല്ലെ ഉണ്ടാവോ? അപ്പൊ എന്താണ്? നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഒബ്ജക്റ്റിന്റെ അല്ലെ, സ്കാൻ ചെയ്യേണ്ട വസ്തുവിന്റെ എന്താണ്? പല ഭാഗത്തു നിന്നുള്ള, പല ആംഗിളിൽ നിന്നുള്ള എന്താണ്? എക്സ്റേ ഇമേജുകള് നമ്മൾ എന്താണ്? ക്രോസ് സെക്ഷൻ ചെയ്ത് എടുക്കുന്നതിനെയാണ് എന്താണ്? കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻ വഴി എടുക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ എന്ന് പറയുന്നത്. Permitting the user to observe inside the object without tearing. നമുക്കിപ്പോ തലയുടെ ഉള്ളില, തലയുടെ ഉള്ളില് സി ടി സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മ ആ ഒരു തലയുടെ ഭാഗത്ത് എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടാക്കണോ? ടിയറിങ്, കീറണോ? മുറിവുകൾ ഉണ്ടാക്കണോ? വേണ്ട അല്ലേ? അപ്പൊ എന്താണ്? നമുക്ക് ആ ഒരു പൊസിഷൻ, ആ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് എന്താണ്? സ്കാൻ ചെയ്യേണ്ട ആ ഒബ്ജക്റ്റിനെ എന്താണ്? മുറിവുകൾ ഉണ്ടാക്കാതെ അല്ലെ, കീറാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സ്കാനിങ്ങിന് വിധേയമാക്കാൻ, നമുക്ക് എക്സ്റേ എടുക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ കീറാതെ തന്നെ അല്ലെ, അതിൽ മുറിവുകൾ ഉണ്ടാക്കാതെ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? സി ടി സ്കാൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ ആണ്. എന്ന് വെച്ചാല് നമുക്ക് എവിടെയാണോ സ്കാൻ ചെയ്യേണ്ടത് അല്ലെ, ആ ഒരു പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? പല ആംഗിളിൽ നിന്ന്, ബാക്കിൽ നിന്ന്, സൈഡിൽ നിന്ന്, മുകളിൽ നിന്ന്, പല ആംഗിളിൽ നിന്നും അതിന്റെ എക്സ്റേ എടുത്തിട്ട് എന്താണ്? കമ്പ്യൂട്ടർ പ്രോസസ്ഡ് കോമ്പിനേഷൻ വഴി എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ ക്രോസ് സെക്ഷണൽ ഇമേജുകളാക്കി മാറ്റുന്നതിനെയാണ് കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി എന്ന് പറയുന്നത്. ഇതെന്തിനാ സാധിക്കുന്നത്? നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ മുറിവുകൾ ഉണ്ടാക്കാതെ അതല്ലെങ്കിൽ കീറാതെ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായി, നിരീക്ഷിക്കാൻ സാധിക്കുന്നു. ഓക്കെ ആണോ?
ഇപ്പൊ ചില കുട്ടികള് തല ഇടിച്ച് വീഴാം അല്ലെ, എവിടുന്നെങ്കിലും മോളിൽ നിന്ന് വീഴാം. അപ്പൊ അവർ ഒമിറ്റ് ചെയ്യുകയാണെങ്കിൽ MRI എടുക്കുന്നതിന് പകരം ആദ്യം അവർ എന്ത് ചെയ്യും? CT സ്കാൻ എടുക്കല്ലേ? MRIയുടെ അത്രയും എന്ത് ചെയ്യുന്നില്ല, എഫക്റ്റ് ഇല്ല അല്ലെ? റേഡിയേഷൻ അവർക്ക് അടിക്കുന്നില്ല അല്ലെ കുഞ്ഞുങ്ങൾക്ക്? കൂടാതെ എന്താണ് അവർക്ക് നമ്മുടെ തലയുടെ പല ആംഗിളും കിട്ടണം അല്ലെ? പല സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ തലയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനം അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ? എവിടെയെങ്കിലും എന്തെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടോ അല്ലെ? എവിടെയെങ്കിലും ചതവുണ്ടായിട്ടുണ്ടോ അല്ലെ? എവിടെയെങ്കിലും ബ്ലീഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുന്നുണ്ടോ ആ CT സ്കാനിലൂടെ? ക്ലിയർ ആയോ? ഓക്കെയാണോ? എല്ലാവരും ഓക്കെയാണോ? നെക്സ്റ്റ് MRI സ്കാൻ. MRI സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താ? മാഗ്നറ്റിക് റെസണൻസ് ഇമേജിംഗ് അല്ലെ? നമ്മുടെ CT സ്കാനിലും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതല്ലേ MRI അല്ലെ? കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ് അല്ലേ? MRIയുടെ ഫുൾ ഫോം എന്താണ്? മാഗ്നറ്റിക് റെസണൻസ് ഇമേജ്. Makes sure MRI make sure of large magnet and radio waves to observe organ structure inside the body. നമ്മുടെ ശരീരത്തിലെ എന്താണ് ആന്തരിക അവയവങ്ങളുടെയൊക്കെ എന്താണ് ഘടനയും സ്ട്രക്ചറും അതെന്താണ് നമുക്ക് ലാർജ് മാഗ്നറ്റും റേഡിയോ വേവ്സുകളും ഉപയോഗിച്ച് കാണിട്ട് നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നതാണ് magnetic resonance imaging. Healthcare professionals make use of MRI scan to diagnose various of conditions that affect അല്ലെ? ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്തിനു വേണ്ടിയിട്ടാണ് MRI ഉപയോഗിക്കുന്നത്? ഡയഗ്നോസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? രോഗനിർണയത്തിന് വേണ്ടിയല്ലേ MRI ചെയ്യുന്നത്? വേരിയസ് ഓഫ് കണ്ടീഷൻ ദാറ്റ് എഫക്റ്റ് അല്ലെ? നമ്മുടെ പേഷ്യൻസിനെ എഫക്റ്റ് ചെയ്യുന്ന പല അസുഖങ്ങളെ കുറിച്ചും രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് MRI ഉപയോഗിക്കുന്നത്. ശരീരത്തിനുള്ളിലെ അല്ലെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ ഘടനയും അവയുടെ പ്രവർത്തനങ്ങൾ അല്ലെ പകർത്താൻ ഉപയോഗിക്കുന്ന ഒരു സ്കാനിങ് രീതിയാണ് MRI അല്ലെ? സ്കാനിങ് തന്നെയല്ലേ? CT സ്കാൻ പോലെ തന്നെ ഒരു സ്കാനിങ് തന്നെയല്ലേ MRI? കണ്ടില്ലേ? ആ പിക്ചറിൽ കണ്ടില്ലേ? ഒരു ഇതിന്റെ ഉള്ളിലേക്കാണ് അവരിങ്ങനെ മൂവ് ചെയ്യിക്കുന്നത്. ആ ഒരു നമ്മുടെ ബെഡ് പോലെ ആ ഒരു ഇത് കണ്ടോ? സ്റ്റാൻഡ് പോലെ അവരെ കിടത്തിയിരിക്കുന്നത് കണ്ടോ? അതിൽ കിടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവര് അനങ്ങാൻ പാടില്ല, മൂവ് ചെയ്യാൻ ഒരു ചലനങ്ങൾ അവർക്ക് ഉണ്ടാകാൻ പാടില്ല. അവര് ഫുള്ള് അങ്ങനെ കിടക്കണം. അതിലിങ്ങനെ സൗണ്ട് കേൾക്കും. നമ്മുടെ ഇതിന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോ നമുക്ക് സൗണ്ട് കേൾക്കും. കുട്ടികൾക്കൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് പേടി, ഈ സൗണ്ട് വരുമ്പോൾ അവർക്ക് പേടി ഉണ്ടാവും, ഫിയർ അനുഭവപ്പെടും. അപ്പൊ ചിലപ്പോ അവർക്ക് മരുന്നുകളൊക്കെ കൊടുത്തിട്ട് അനസ്തേഷ്യ പോലുള്ള ചെറിയ ഡോസില് സെഡേഷൻ ഒക്കെ കൊടുത്തിട്ടായിരിക്കും കുഞ്ഞുങ്ങളിൽ ഇതൊക്കെ ചെയ്യുന്നത്, MRI സ്കാൻ ചെയ്യുന്നത്. ക്ലിയർ ആയോ? അവർ ആ ഒരു വിഷയന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റിവിടും. എന്നിട്ടാണ് ഒരു കുറച്ച് സമയം അവരെന്ത് ചെയ്യണം? അനങ്ങാതെ ഒട്ടും അവരുടെ ശരീരത്തിന് ഒരു ചലനങ്ങളും ഇല്ലാതെ അവരങ്ങനെ കിടക്കണം. ഓക്കെയാണോ? MRI അത് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്? നമ്മുടെ റേഡിയോ വേവ്സുകളും ലാർജ് മാഗ്നറ്റും വലിയ മാഗ്നറ്റും ഉപയോഗിച്ചിട്ടാണ് ഈ സ്കാനിങ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ സ്ട്രക്ചർ അല്ലെ ഘടനയും അവിടെ ഫങ്ഷൻസും എന്താണ് പകർത്തിയെടുക്കാൻ അല്ലെ? ഇമേജിൽ എടുക്കുന്നത് ആന്തരിക അവയവങ്ങളുടെ ഒക്കെ
പകർത്തിയെടുക്കാനുള്ള ഒരു സ്കാനിങ് രീതി. പിന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് എന്താണ് പല രോഗനിർണയം നടത്തുന്നതിന് വേണ്ടിയിട്ടും MRI സ്കാൻ ഉപയോഗിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ബ്രെയിൻ സ്പൈനൽ കോഡ് അല്ലെ, നമ്മുടെ ബ്രെയിനിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാ അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് എന്തെങ്കിലും ഡാമേജ് പ്രവർത്തനക്ഷമതയില്ലായ്മ എന്തെങ്കിലും വരുമ്പോൾ ഇവിടെ ഈ ബ്രെയിനിന് സ്പൈനൽ കോഡിലൊക്കെ MRI സ്കാൻ ചെയ്യാറുണ്ട്. പിന്നെ ബോൺസ് ആൻഡ് ജോയിന്റ്സിൽ അതിനകത്ത് ശക്തമായിട്ടുള്ള വേദനകൾ അനുഭവപ്പെടാറില്ലേ, ജോയിന്റ്സിന് ബോൺസിനൊക്കെ കൈക്ക് കാലിനൊക്കെ വേദനകൾ അനുഭവപ്പെടുമ്പോ നമ്മൾ ഒരുപാട് മരുന്നുകൾ കഴിച്ചിട്ടും നമുക്ക് കുറയാതെ വരുമല്ലോ. ചില സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ മരുന്ന് കഴിച്ചാലും ചില നമ്മൾ കേൾക്കാതെ വരില്ലേ ഉണ്ടോ? നമുക്ക് തേയ്മാനം സംഭവിക്കാന്നൊക്കെ പറയില്ലേ, ജോയിന്റ്സിന് എല്ലുകൾക്ക് ബോൺസിന് തേയ്മാനം സംഭവിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്, അത് എത്രത്തോളം ഉണ്ട് അല്ലെ, എത്രത്തോളം എഫക്ട് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണ് വന്നത് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് MRI സ്കാൻ ചെയ്യാറുണ്ട്. കൂടാതെ ബ്രസ്റ്റ് ഡിസ്ക് ബൾജ് ചെയ്ത് വരുമ്പോൾ പിന്നെന്താണ് ബ്രസ്റ്റ്, നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, കോമൺ ആയിട്ട് കേൾക്കുന്നതാണ് അല്ലെ ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ ഒക്കെ ലേഡീസിൽ. അപ്പൊ ബ്രസ്റ്റ് ക്യാൻസർ നോക്കുന്നതിന് വേണ്ടിയിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് MRI സ്കാൻ ചെയ്യുന്നത്. പിന്നെ ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, നമ്മുടെ ഹാർട്ടിന്റെ ബ്ലഡ് വെസൽസിന്റെ ഒക്കെ ഫങ്ഷൻസ് പ്രവർത്തനങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകള് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നറിയാനും നമ്മൾ MRI സ്കാൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് നിങ്ങൾ CSSD പഠിച്ചതാണ്, പഠിച്ചോ? എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓട്ടോക്ലേവ്? നമ്മ ബയോമെഡിക്കൽ വേസ്റ്റിൽ പഠിച്ചു അല്ലെ, ഓട്ടോക്ലേവ് പഠിച്ചോ? സ്റ്റീം ഉപയോഗിച്ചിട്ട് എന്താ ചെയ്യുന്നത്, ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെ, പാത്തജൻസിനെ അല്ലെ. സ്റ്റെറിലൈസ് ചെയ്യാൻ അല്ലെ, അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, an autoclave is a medical device that use high temperature, steam and pressure to destroy microorganisms such as bacteria, viruses, fungus and spores on items that are put inside its pressure vessel. എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉയർന്ന ഹൈ ടെമ്പറേച്ചർ സ്റ്റീം അല്ലെ, ഉയർന്ന നീരാവി ഉപയോഗിച്ചിട്ട് ഉയർന്ന പ്രഷർ അല്ലെ, മർദ്ദം ഉപയോഗിച്ചിട്ട് നമ്മ എന്താണ് മൈക്രോ ഓർഗാനിസംസിനെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആണ് ഓട്ടോക്ലേവ് അല്ലെ. എന്തൊക്കെയാണ് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, നമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഫംഗസ് ആൻഡ് സ്പോർസ് അല്ലെ, on items that are put inside its pressure. നമുക്ക് ഏത് എന്താണ് ഐറ്റത്തിന്റെയാണോ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡിസ്ഇൻഫെക്ഷൻ നടത്തേണ്ടത്, അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മ ഒരു എക്യുപ്മെന്റ് ഡിവൈസിന്റെ ഉള്ളിലേക്ക് ഇടും. കണ്ടോ, ഇതൊരു കണ്ടോ ഓട്ടോക്ലേവ് കണ്ടോ, പിക്ചർ കണ്ടോ? ആ വെസലിന്റെ ഉള്ളിലേക്ക് നമ്മ ടെസ്റ്റ് ട്യൂബ് ആണോ എന്താണോ നമുക്ക് ഡിസ്ഇൻഫെക്ഷൻ നടത്തേണ്ടത്, അണുവിമുക്തമാക്കേണ്ടത്, ആ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിന് നമ്മ വെസലിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഉയർന്ന നീരാവിയിലെ ഹൈ ടെമ്പറേച്ചർ സ്റ്റീം, ഉയർന്ന പ്രഷർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മ എന്ത് ചെയ്യുന്നത്, ഈ മൈക്രോ ഓർഗാനിസംസിനെ സൂക്ഷ്മാണുക്കളെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്, നശിപ്പിച്ച് കളയുന്നത്. Autoclaves are commonly used as steam sterilizers in health care. എന്താണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്, നമ്മ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉപയോഗിക്കുന്ന സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആണ് അല്ലെ, നീരാവി ഉപയോഗിച്ച് സ്റ്റെറിലൈസ് ചെയ്യുന്ന അല്ലെ, അണുവിമുക്തമാക്കുന്ന ഒരു ഉപകരണമാണ്. പിന്നെ അവിടെ ഉപയോഗിക്കുന്നുണ്ട്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഉപയോഗിക്കുന്നുണ്ട്, ലബോറട്ടറീസിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ലാബുകളിൽ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണ്ടേ, എന്താണ് നമുക്ക് ടെസ്റ്റ് ട്യൂബുകൾ അല്ലെ, സ്ലൈഡുകൾ, ഒരുപാട് സാധനങ്ങളെ ഡിസ്ഇൻഫെക്ട് ചെയ്തിട്ടല്ലേ വീണ്ടും അത് ഉപയോഗിക്കുന്നത്, സ്റ്റെറിലൈസ് ചെയ്തിട്ടല്ലേ.
ആണോ? അപ്പൊ ലബോറട്ടറീസിൽ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഫുഡ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ, ഫുഡ് ഇൻഡസ്ട്രീസിലും ഫാർമസ്യൂട്ടിക്കൽ എന്താണ് മരുന്നുകൾ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലും എന്തുപയോഗിക്കുന്നുണ്ട്? ഓട്ടോക്ലേവ് ഉപയോഗിക്കുന്നുണ്ട്. ആസ് സ്റ്റീം ടെമ്പറേച്ചർ. ഇതെന്താണ്? ഒരു സ്റ്റീം സ്റ്റെറിലൈസേഴ്സ് ആണ് അല്ലെ? നീരാവി ഉപയോഗിച്ചല്ലേ നാം ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സിന്റെ സ്റ്റെറിലൈസേഷൻ എന്തിലാണ് നടത്തുന്നത്? നീരാവി ഉപയോഗിച്ചല്ലേ? സ്റ്റീം ഉപയോഗിച്ചല്ലേ? ആണോ? ചൂട് ഉപയോഗിച്ചാണോ? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണോ? അല്ലല്ലോ. ഓക്കെ, മിസ് എടുത്ത സെക്ഷൻ ഇന്നെടുത്തതൊന്ന് വായിച്ചു നോക്കിയേ. ഇത്രയും ഭാഗം ഓട്ടോക്ലേവ് വരെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയേ. മിനി റോട്ടറി ഷേക്ക് മുതൽ ഓട്ടോക്ലേവ് വരെ. ഇന്നെടുത്ത ഭാഗം ക്ലിയർ ആണോ എല്ലാവർക്കും? മിസ് ഇന്നെടുത്ത ഭാഗം ക്ലിയർ ആണോ? എക്യുപ്മെന്റ്സ് ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, മിസ് ബാക്കി ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ് മിസ് ഇത്ര എടുക്കുന്നുള്ളൂ ക്ലാസ്സില്. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് ലാസ്റ്റ് ഒന്നുകൂടെ പറയണം. ഇൻഫ്യൂഷൻ പമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മിസ് കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സിറിഞ്ച് പമ്പ്. അപ്പൊ ആ സിറിഞ്ചിന്റെ അവിടെ ആയിരിക്കും നമ്മൾ ആ ട്രിപ്പ് ഇടൂലേ, ആ ഒരു ട്രിപ്പ് ഇടുന്നത്. അതേപോലെ ഇൻഫ്യൂഷൻ പമ്പില് മിസ് കാണിച്ചു തരാം. കണ്ടോ? ട്യൂബ് ഇട്ടിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് വെയിൻസിലോ ആർട്ടറീസിലൊക്കെ ഇഞ്ചക്ട് ചെയ്യുന്നത്. അത് നമ്മുടെ എന്താണ് സിറിഞ്ച് പമ്പിലും ചെറിയ അളവിൽ നമ്മുടെ ശരീരത്തിലേക്ക് മെഡിസിനുകൾ കയറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഇൻഫ്യൂഷൻ പമ്പ് വഴി. നമ്മൾ ട്രിപ്പ് ഇടില്ലേ? അപ്പൊ എന്താണ് ട്യൂബ് വഴിയല്ലേ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നത്? ആണോ? അതെ. അതുപോലെ ഇൻഫ്യൂഷൻ പമ്പിലെ ട്യൂബ് വഴി ഇൻഫ്യൂഷൻ പമ്പിലേക്ക് ട്യൂബ് ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ ട്യൂബ് വഴിയായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക്
എന്ത് ഇൻട്രാവീനസയോ അല്ലെങ്കിൽ എപ്പിഡ്യൂറൽ ഇൻഫ്യൂഷൻ ഒക്കെ തരുന്നത്. ക്ലിയർ ആയോ? Yes, ma'am. അപ്പൊ ഈ നമ്മുടെ ഇൻഫ്യൂഷൻ പമ്പിൽ എത്ര എമൗണ്ടിലാണ് അല്ലെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് മെഡിസിൻ കയറേണ്ടത് എന്നുള്ളത് അതിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് മെഡിസിൻ കയറിക്കൊണ്ടിരിക്കുന്നത്. ലിക്വിഡ്സ്, ഫ്ലൂയിഡ്സുകളോ ഇൻജെക്ഷൻസോ മെഡിക്കേഷൻസ് ഒക്കെ കയറിക്കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? ഓട്ടോക്ലേവ് എന്ന് പറയുന്നത് സ്റ്റീം സ്റ്റെറിലൈസർ ആണ്. സ്റ്റീം സ്റ്റെറിലൈസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നീരാവി ഉപയോഗിച്ച് ഡിസ്ഇൻഫെക്ഷൻ നടത്തില്ലേ, അണുനശീകരണം നടത്തുന്ന ഒരു എക്യുപ്മെന്റ്. അപ്പൊ നമുക്ക് എന്തിന് നമുക്ക് എന്താണ് ടെസ്റ്റ് ട്യൂബിന്റെ വേണോ, സ്ലൈഡിന്റെ വേണോ, എന്തിന്റെ ഏത് ഒബ്ജക്റ്റീവ്സിന്റെ ആണ് നമുക്ക് ഐറ്റംസിന്റെ ആണ് ഡിസ്ഇൻഫെക്ട് ചെയ്യേണ്ടതെങ്കിൽ അത് നമ്മൾ വെസലില്ലേ, കണ്ടോ ഈ പിക്ചർ കണ്ടോ? അപ്പൊ ഈ വെസലിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യും. ആ ഐറ്റംസിന് നമ്മൾ എന്ത് ചെയ്യും? ഈ വെസലിന്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മൾ ആ ഒരു മെഷീൻ ഓൺ ആക്കി കഴിയുമ്പോൾ ഉയർന്ന നീരാവി ഉപയോഗിച്ച് ഈ മെഷീനിൽ കിടന്ന് അത് ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നു. ക്ലിയർ ആയോ? നമ്മ വീട്ടില് സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കാറുണ്ട്? പുട്ടുണ്ടാക്കാറുണ്ട് അല്ലെ, ഇടിയപ്പം ഉണ്ടാക്കാറുണ്ട്. അതെങ്ങനെയാ ചെയ്യുന്നത്? നമ്മ അത് കുക്ക് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടല്ലേ. അപ്പൊ എന്ത് ചെയ്യും? താഴേന്ന് നീരാവി വരും അല്ലേ. താഴേന്ന് നമ്മ ഇഡ്ഡലി അല്ലെങ്കിൽ ഇടിയപ്പൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? താഴെ നമ്മ ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ വെള്ളം ഇങ്ങനെ തിളച്ച് അതിന്റെ ഉള്ളിൽ നിന്ന് നീരാവി വന്നിട്ടല്ലേ ഈ സാധനം കുക്കായി വരുന്നത്. പുട്ടാണെങ്കിലും പുട്ടുകുടത്തില് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ ആ വെള്ളം അതിൽ കിടന്ന് തിളച്ച് അതിൽ നിന്ന് വരുന്ന നീരാവിയിലല്ലേ നമ്മ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതേപോലെ ഈ വെസലിന്റെ ഉള്ളിൽ നിന്ന് നീരാവി വന്നിട്ട് ആ ഐറ്റംസിന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിസ്ഇൻഫെക്ഷൻ നടത്തുന്നു, അണുനശീകരണം നടത്തുന്നു. ക്ലിയർ ആയോ? ഓട്ടോക്ലേവ് ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. Okay, thank you all.